എന്നെ ദൈവം തെരഞ്ഞെടുത്തെങ്കിൽ, ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തെങ്കിൽ ഒരു അപ്പോസ്തലന്മാർക്കും എന്നെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. കാര്യം എന്തെന്നറിയാമോ? അത് ഉയരത്തിൽ നിന്നുള്ള വിളിയാ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിൽ നിന്നൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. വെറും ജയമല്ല കേട്ടോ, ദൈവാത്മാവ് നിങ്ങളോട് പറയുക, പൂർണ്ണ ജയം. ഇന്ന് ദൂത് ഏറ്റെടുത്തോണം. വെറും ജയമായിട്ട് നിങ്ങൾ വീട്ടിലോട്ട് പോകരുത്. ഏതെല്ലാം മേഖലയിലാണോ നിങ്ങൾ തോറ്റുപോയത് അതിലെല്ലാം പൂർണ്ണമായി ജയിക്കാൻ പോകുക, മേൽക്കുമേൽ ശക്തി പ്രാപിക്കാൻ പോകുക. യേശുവിൻ നാമത്തിൽ അത് സംഭവിക്കാൻ പോകുന്നു. ഇച്ചിരി അനുഗ്രഹം തരാൻ ഇത് ഏതോ ഒരു ഭരണാധികാരിയല്ല, ഉയരത്തിലെ ദൈവം നിനക്കിതാ സകല അനുഗ്രഹത്താൽ, ആത്മീയ അനുഗ്രഹത്താലും നിന്റെ ഭവനത്തെ നടത്താൻ പോകുക. 2 പത്രോസ് 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ പത്രോസ് പറയുക, അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസും തനിക്ക് ലഭിച്ച ജ്ഞാനത്തിന് തക്കവണ്ണം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സകല ലേഖനങ്ങളും എഴുതിയിട്ടുണ്ടല്ലോ. പത്രോസ് പറയുകയാണ്, ഇത് എത്ര പേർക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായി? ആദ്യം മത്യാസിനെ തിരഞ്ഞെടുത്ത് മത്യാസിനെ വളർത്തിയെടുക്കാൻ നോക്കിയ പത്രോസ് അവസാനം തോൽവി സമ്മതിച്ചേച്ച് തൻ്റെ 2-ാമത്തെ ലേഖനത്തിൽ എഴുതി, ഇതെനിക്ക് കരഞ്ഞുകൊണ്ടല്ലാതെ പറയാനൊക്കത്തില്ല കേട്ടോ. എന്താണെന്നറിയാമോ? നീ പ്രിയ സഹോദരനായ പൗലോസും തനിക്ക് ലഭിച്ച ജ്ഞാനത്തിനൊത്തവണ്ണം സകല ലേഖനങ്ങളിലും. ആമേൻ. ആരാണോ നിന്നെ അംഗീകരിക്കാത്തത്, ആരാണോ നിന്നെ കൂടെ കൂട്ടാത്തത്, അദ്ദേഹം തന്നെ മാറ്റിപ്പറയുന്ന സമയം വരാൻ പോവുക. പരിശുദ്ധമായി ഇതെന്നോട് സംസാരിച്ചപ്പോൾ എൻ്റെ അകം കത്തി കേട്ടോ. നിന്നെ ഇന്ന് ഹസ്ബൻഡ് അംഗീകരിക്കുന്നില്ലായിരിക്കാം, നിന്റെ ക്രിസ്തീയ വിശ്വാസം നിന്റെ ഭാര്യ അംഗീകരിക്കുന്നില്ലായിരിക്കാം. നാളെ അവന് പറയാൻ പോവുക, അവനിൽ വെളിപ്പെട്ടതുണ്ടല്ലോ, ദമസ്കോസിൽ വെളിപ്പെട്ട ഒറിജിനൽ തീയ, യേശുവിൻ നാം ആ തീ ഉണ്ടല്ലോ, നിന്നെ അംഗീകരിപ്പിക്കാൻ പോകുക. ഏത് പത്രോസ് നിന്നെ അംഗീകരിച്ചില്ലയോ അതേ പത്രോസ് എഴുതാൻ പോകുക, പൗലോസിനെ അംഗീകരിക്കണം എന്നിട്ട് എഴുതുകയാണ്. അടുത്ത വാക്യം കൂടി നിങ്ങൾ ശ്രദ്ധിച്ചോണം കേട്ടോ. അടുത്ത വാക്യം ശ്രദ്ധിച്ചോണം. 16-ാം വാക്യം, അവയിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ളത് ചിലതുണ്ട്. ലേഖനങ്ങളിലെ കാര്യം പറയുന്നത്, അറിവില്ലാത്തവരും അസ്ത്രന്മാരുമായവർ ശേഷം തിരുവെഴുത്തുകളെപ്പോലെ അതും തങ്ങളുടെ നാശത്തിനായി കോട്ടിക്കൾ എന്ന് വെച്ചാൽ, നിങ്ങൾ പൗലോസ് പറഞ്ഞ കേൾക്കണം, അല്ലെങ്കിൽ നാശമാണെന്ന്. എന്നാ വിളിയല്ലേ! പൗലോസിന്റെ ലേഖനം കോട്ടിക്കളയരുത്, അത് നാശത്തിലേക്ക് പോകുമെന്ന് തന്റെ 2-ാമത്തെ ലേഖനത്തിൽ പത്രോസ് പറഞ്ഞെങ്കിൽ ദൈവത്തിന്റെ ആത്മ പറയുക, മീറ്റിംഗിലെ ദമസ്കോസ്, വെളിപ്പെടുന്ന ദമസ്കോസിൽ ഉണർവാണെന്ന് പരിശുദ്ധന്മാർ ഞാൻ പറയട്ടെ, ഇത് നിങ്ങളെ ജയത്തിലോട്ട് നയിക്കാൻ പോകുക. മേൽ ശക്തി പ്രാപിക്കാൻ റെഡിയായിക്കോ. ക്രിസ്തു തന്നെ എന്ന് തെളിയിക്കാൻ നീ അടങ്ങിയിരിക്കരുത്.